നമ്മ ചെന്നൈയിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണെങ്കിലും മണി വർത്ത് ആയിട്ടുള്ളതും ഹൈലി ഹൈജീൻ ആയിട്ടുള്ള അടിപൊളി ആംബിയൻസും, അതായത് ലക്ഷറി ആംബിയൻസും നല്ല വെറൈറ്റി ഫുഡുമായിട്ടുള്ള ഒരു സ്പോട്ടും കൂടാതെ നല്ല അടിപൊളി ബിറ്റ് എക്സ്പെൻസീവ് ഡെസേർട്ട് സ്പോട്ടും കൂടെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചില സമയങ്ങളിൽ എബവ് ബഡ്ജറ്റ് നമ്മൾ ട്രൈ ചെയ്യാറില്ലേ? ചിലപ്പോൾ നമുക്ക് ബോണസ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ഇങ്ങനെയുള്ള ടൈംസിലൊക്കെ നമ്മൾ കുറച്ച് എബവ് എക്സ്പെൻസീവായിട്ട് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ പിന്നീട് റിഗ്രറ്റ് ചെയ്യാറുണ്ട്, ഇതിനും ഭേദം നമുക്ക് സാധാ ഹോട്ടലായിരുന്നു എന്ന്. പക്ഷേ ഈ പറയാൻ പോകുന്ന രണ്ട് സ്പോട്ടും അങ്ങനെ റിഗ്രറ്റ് ചെയ്യില്ല. ബട്ട് അവിടുത്തെ ടേസ്റ്റ് നിങ്ങൾ നമ്മുടെ നാവിൽ എന്നും മെമ്മറബിളായിട്ടിരിക്കുകയും ചെയ്യും. ആംബിയൻസോ അടിപൊളി. ഫസ്റ്റ് വൺ ഈസ് ദ ലീല പാലസ്, ചെന്നൈ. ഇത് ബീച്ച് സൈഡിലാണ്, നല്ല ബീച്ച് വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. അതിന് കൂടുതൽ പറയാനാണെങ്കിൽ അവിടെയുള്ള ഫുഡ് വെറൈറ്റീസ്, ഇന്ത്യൻ, പാനേഷ്യൻ, കോണ്ടിനെൻ്റൽ, ചൈനീസ്, ജാപ്പനീസ്, സൂഷി ആണെങ്കിൽ വെറൈറ്റീസ്. സൂഷിക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് ട്രൈ ചെയ്യാം കേട്ടോ. പ്രോൺസ്, ക്രാബ്, ഫിഷ് എന്ന് വേണ്ട, റോസ്റ്റഡ് ഡക്സ്, പ്രോൺസ്, ലോബ്സ്റ്റർ, മട്ടൺ ഗ്രിൽഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഡെസേർട്ട്സ് ആൻഡ് മെയിൻ കോഴ്സ്. ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് മൂടേ വരില്ല, പകരം എൻജോയ് ചെയ്യാനാണ് തോന്നുക. അതുകൊണ്ട് ഞാൻ ഫുഡ് എടുക്കുമ്പോൾ ഫുഡ് വെറൈറ്റീസ് ട്രൈ ചെയ്യണോ അതോ വീഡിയോ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഫോട്ടോസ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈം ഞാൻ കണ്ടിപ്പോൾ വീഡിയോസുമായിട്ട് ഞാൻ വരും. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ലേറ്റായിട്ട് ഒരു വീഡിയോ എല്ലാം എടുത്തത്. ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. അത് എനിക്കും ഒരു ഡിസ്റ്റർബൻസ് ആണ്, അത് കൂടെയുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇടയ്ക്ക് ഇവിടെ ബാൻഡ് ട്രൂപ്പ് അവരുടേതായ പെർഫോമൻസ് അവതരിപ്പിക്കാറുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരുപാട് ഫോറിനേഴ്സ് അവിടെ ലഞ്ച് ബുഫേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോയാലോ. അടുത്തതാണ് ഡിസ്കവർ ദി കംപ്ലീറ്റ് മെനു ഓഫ് ഓട്ടോമൻസ് ടർക്കിഷ് ബക്ലവ ആൻഡ് കുനാഫെ ആറ്റ് നുങ്കംബക്ക. അപ്പോൾ ഇത് ഓട്ടോമൻസ് ബക്ലവ എന്ന് പറയുന്നൊരു സ്ഥലമാണ് നുങ്കംബക്കത്തുള്ളത്. ഖാദർ നവാസ് ഖാൻ റോഡിലാണ് ഈ സ്പോട്ട് വരുന്നത്. ഇത് കുനാഫയാണ് കേട്ടോ. ഇത് കൂടാതെ പിസ്ത ബക്ലാവ, ടർക്കിഷ് സ്വീറ്റ്സ്, റെഡ് വെൽവെറ്റ് കേക്ക്, നെപ്പോളിയൻ കേക്ക്, ബക്ലാവ ചോക്ലേറ്റ് സ്ക്വയർ ബക്ലാവ, പിന്നെന്താ പ്രീമിയം അസോർട്ടഡ് പ്ലേറ്റ് ബക്ലാവ, അങ്ങനെ ഒരുപാടുണ്ട്. ഇത് ടർക്കിഷ് ടീ ആണ്. എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. ബിറ്റ് എക്സ്പെൻസീവായിട്ട് തോന്നും, എന്നാലും ഇതും ഒരു മെമ്മറബിളായിട്ടുള്ളത് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഇട്ട് വയ്ക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. Sharing from my own experience. So, thank you for watching my channel.